സുഖല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. തൃശ്ശൂർ എപ്പോഴും വരുമ്പോഴും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത്രയും സ്നേഹമുള്ളവരാണ് തൃശ്ശൂർക്കാർ. അപ്പോൾ ഞാനത് നിങ്ങളെ പുകഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല. എൻ്റെ ഭാര്യകളും തൃശ്ശൂരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂർക്കാരുടെ എനിക്കൊരു പ്രത്യേക നന്ദിയും സ്നേഹവുമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് തൃശ്ശൂരപ്പോൾ വരുന്നതിലൊരു സന്തോഷമാണുള്ളതെന്ന്. പിന്നെ ഇന്നത്തെ ഈ ദിവസത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ വെൽത്ത് മിസ്റ്റർ രാജേഷ് തന്നെ പറഞ്ഞു ഞാനൊരു കുടുംബാംഗമാണെന്ന്. അങ്ങനെ തന്നെയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പാലക്കാട് ബ്രാഞ്ച് ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. രാജേഷേ പാലക്കാട് ബ്രാഞ്ച് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? സമാധാനമാണ്. നേരം ആ ടെൻഷന് ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. കാരണം നമ്മൾ ഈ ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ തലവഴി പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കും ആ സ്ഥാപനം അവിടെ ഉണ്ടോ, ഏതെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും പോവാറില്ല. പിന്നെ നമുക്ക് തരുന്ന ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുന്ന ചിലരാണ്. അവരെ കാണുമ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ നമുക്കറിയാം ഇയാൾ പുലിയാണ്, ഇയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുമെന്ന്. അങ്ങനെ ഞാൻ കണ്ടപ്പോൾ എല്ലാ 100 മനസ്സോടെ സംബന്ധിച്ച ഒരാളാണ് രാജേഷ്. കാരണം രാജേഷ് എന്നോട് ഫോണിൽ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ കമ്പനിയെ കുറിച്ചാണ്. ആ കമ്പനിയെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഞാനല്ല, ഇനി ആര് പാലക്കാട് പോയി ഉദ്ഘാടനം ചെയ്താൽ ഇത് നന്നായിട്ട് പോയിക്കോളും. അതിന്റെ പുറകിൽ അവിടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലായി കുറഞ്ഞ സമയത്തിനുള്ളിൽ 60 ബ്രാഞ്ചുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. രാജേഷിന്റെ ഫാമിലിക്കും നല്ലൊരു കൈയടി അതിനുവേണ്ടി തരികയാണ്. ഈ കുടുംബാംഗമായതുകൊണ്ട് തന്നെ ഇവിടെ ഉദ്ഘാടനം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ മാസങ്ങൾക്ക് മുമ്പേ എന്നോട് പറഞ്ഞു നമുക്ക് ഓഗസ്റ്റിലായിരിക്കും ഇനാഗുറേഷൻ വരുന്നത്, ഫ്രീ ആയിരിക്കണം, ഞാൻ ഡേറ്റ് പുറകെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഉദ്ഘാടനത്തിനടുത്തപ്പോൾ എന്നെ വിളിച്ചിട്ട് മറ്റൊരു ആഗ്രഹങ്ങൾ പറഞ്ഞു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, നമുക്ക് ആസിഫ് അലിയെ കിട്ടിയേ തീരൂ, അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം, ആസിഫ് അലി എവിടെ ഉണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് പുള്ളിയുടെ ഭാര്യയെ ചോദിക്കുന്നത്, പുള്ളി എവിടെ ഉണ്ടെന്ന് അറിയാമോ. കാര്യം എപ്പോഴും ഫോൺ കൊണ്ട് നടക്കുന്ന ആളാണ്, ആര് വിളിച്ചാൽ അപ്പോൾ എടുക്കുകയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ല പുതിയ രാജേഷ് നിങ്ങൾ വേറെ എന്ത് വേണമെന്നും പറഞ്ഞു, മമ്മൂക്കയെ വേണം, ലാലേട്ടനെ വേണം, നമുക്ക് എവിടെ നിന്നും കണ്ടുപിടിക്കും, പക്ഷെ ആസിഫിന് അങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ പ്രൊഡക്ഷനും നമ്മുടെ പ്രൊഡ്യൂസറും മലയാള സിനിമയിലെ നമ്പർ 1 പ്രൊഡക്ഷൻ ഒക്കെ മിസ്റ്റർ ബാദുഷ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം ആസിഫ് ഇന്നാണെന്നുള്ളത്. അതാണ് ബാദുഷ നമ്മുടെ വിശ്വാസം. ബാദുഷ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കണ്ട മാറ്റങ്ങൾ എന്നോട് പറഞ്ഞൊരു വീഡിയോ വേണം, ഒരു വിഷസ് വീഡിയോ. ഞാൻ മൊബൈലിൽ എടുത്ത് അയക്കാം, എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അല്ലല്ല, അത് നമ്മൾ വേറെ ആൾ വരും എന്ന് പറഞ്ഞപ്പോൾ മലയാള സിനിമയിലെ ഒരുപിടി നല്ല സിനിമകൾ തന്നിട്ടുള്ള കണ്ണൻ താമരക്കുളമാണ് ഒരു ഫുൾ ക്രൂ ആയിട്ട് വരികയാണ്. മനസ്സിലായില്ല, ഒരു സിനിമയ്ക്ക് വേണ്ട ഫുൾ ക്രൂ ആയിട്ട് വന്നിട്ടാണ് എൻ്റെ ഫ്ലാറ്റിൽ വന്നെടുക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചു ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത്രയധികം സമയം ചെലവഴിക്കുകയും പൈസ ചെലവഴിക്കുകയൊക്കെ രാജേഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസമാണ്. ഇത്ര ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി അത് ഇത്ര പ്രൊഫഷണലായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് അദ്ദേഹം എത്രത്തോളം പ്രൊഫഷണലിസം കാത്തുസൂക്ഷിക്കും നമുക്കറിയാം. ഈ ഒരു പ്രൊഫഷണലിസം എന്നും ഉണ്ടാവട്ടെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ഭാര്യകൾ തൃശ്ശൂരായതുകൊണ്ട് തന്നെ തൃശ്ശൂർ വരുന്ന എല്ലാ നല്ലതിനെയും ഞാൻ മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന ആളാണ്. എന്നും ഫ്യൂച്ചർ വെൽത്തും തൃശ്ശൂരുകാർക്ക് നല്ലത് മാത്രം വരട്ടെ, ഫ്യൂച്ചർ വെൽത്തിനും എന്നും നല്ലത് മാത്രം ദൈവം വരട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു തിരുവോണം ആശംസ ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ വാക്കുകൾ ചെയ്യുകയാണ്. താങ്ക് യു.